ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെല്ലാവരും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും ലോസ് വന്ന പല ആളുകളുണ്ടാവും. സ്റ്റാർട്ടിങ് ടൈമിലും ഇപ്പോഴും ലോസ് വരുന്ന പല ആളുകളുണ്ടാവും. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു മാസം പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും, ചിലർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് വരാം, അതുപോലത്തെ എങ്ങനെ നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറാം, അതിൻ്റെ സൈക്കോളജി എന്താണ്, എങ്ങനെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എങ്ങനെ മാറിയിട്ട് നല്ലൊരു ട്രേഡറായിട്ട് മാറാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് പറഞ്ഞുതരാം, എങ്ങനെ നമുക്ക് സക്സസ് ആവാം, അതിൻ്റെ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയും ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലർക്കും നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ രാവിലെ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു 1000 റുപ്പീസ് ലോസ് വരുന്ന ആളുകൾ, ഒരു എക്സാമ്പിളായിട്ട് എല്ലാവരും പറയുന്നത്, 1000 റുപ്പീസ് ലോസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വീണ്ടും നമ്മൾ റിവെഞ്ച് ട്രേഡാണ് വരുന്നത് നമുക്ക് മൈൻഡിൽ. അതായത് ആ 1000 നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് പിടിക്കണം എന്നുള്ള മൈൻഡിൽ നമ്മൾ വീണ്ടും ട്രേഡ് ചെയ്യും. പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ സമയമാകുമ്പോൾ നമുക്ക് ഈ 1000 എന്നുള്ളത് ഒരു 5000 മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ അങ്ങനെ ഒരു ദിവസം ലോസ് വന്ന് നെക്സ്റ്റ് ഡേ നമ്മളെ ചിന്ത തന്നെ ഇന്നലത്തെ ലോസ് നമുക്ക് റിക്കവർ ചെയ്യണം, അത് എങ്ങനെയും കിട്ടണം, ആ ഒരു ചിന്ത വെച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡേയും ട്രേഡ് ചെയ്യുക. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രാവിലെ ഒരു ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇന്നലത്തെ ലോസ് റിക്കവർ ചെയ്യണമെന്ന് ചിന്തിച്ച് വീണ്ടും ട്രേഡ് ചെയ്ത് ഓവർ ട്രേഡ് ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോൾ പിന്നെയും ലോസിൽ, അതായത് അതിനേക്കാളും വലിയ ലോസിലേക്ക് അവസാനം എത്തും. ഇതാണ് എല്ലാവർക്കും ഒരു 90% ആളുകൾക്ക് സംഭവിക്കുന്ന കേസ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താ, നമ്മുടെ ഒരു സൈക്കോളജിയാണ്. നമ്മുടെ മൈൻഡിൻ്റെ ഒരു സൈക്കോളജി, നമുക്ക് മൈൻഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ലോസ് വരുന്ന സമയത്ത് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ മൈൻഡിനെ വർക്ക് ചെയ്യാതാവും. നമുക്ക് ട്രേഡ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസോ ടാർഗറ്റ് നമുക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ട്രേഡിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക വെച്ചാൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യാനല്ല പറയുന്നത്, തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് എൻ്റെ ഒരു പ്രോബ്ലം എന്താണ്, എനിക്ക് ഇനി എങ്ങനെ ഇതിൽ നിന്ന് റിക്കവർ ആവും എന്നീ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് ആ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം അത് കുറച്ച് ദിവസം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാതെ മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഫ്രഷായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാം. ഇതുവരെ സംഭവിച്ച ലോസ് നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ള ചിന്തയിലല്ല ഇറങ്ങേണ്ടത്. ആ ഒരു ലോസ് നമ്മൾ ഇതിൻ്റെ ഒരു കോഴ്സ് ഫീ ആയിട്ട് കൂട്ടിയാൽ മതി. അതായത് ഇത്രയും കാലം ട്രേഡ് ചെയ്തതിൻ്റെ ഒരു ഫീ ആയിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു ഫീ ആയിട്ട് നമ്മൾ കരുതുക. പല കോഴ്സുകൾക്കും നമ്മൾ ഫീ കൊടുത്ത് പഠിക്കുന്നുണ്ടല്ലോ, അതിന് പകരമായിട്ട് അത് കൂട്ടുക. ആ ഒരു മൈൻഡിൽ നിന്ന് കളയുക. എന്നിട്ട് നമ്മുടെ മൈൻഡെല്ലാം ഫ്രഷ് സ്റ്റാർട്ട്, അതായത് പുതുതായിട്ടൊന്ന് തുടങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇൻട്രാഡേ ട്രേഡർ, ഓപ്ഷൻ ബൈയിങ്, ഇൻട്രാഡേ എല്ലാം ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇത് അതായത് ഒരു സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കുറിച്ചല്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രോബ്ലം ഒന്നുമില്ല. കാരണം ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ക്രാഷ് വരുമ്പോൾ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഒരു 3-4 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് അത് എങ്ങനെയായാലും റിക്കവർ ആയി. മാർക്കറ്റിൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങനെയാണ്. നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം ഇറങ്ങിയാൽ ടെൻഷനിൽ അടിച്ച് വിൽക്കുക. നല്ല ഫണ്ടമെൻ്റലി പിന്നെ ടെക്നിക്കലിയൊക്കെ നല്ല സ്റ്റോക്കുകളാണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല, അത് തിരിച്ച് കയറും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ഇൻട്രാഡേ ട്രേഡും ഒക്കെ ചെയ്യുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കറക്റ്റായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ഒരു 70 to 75% അക്യുറസി തരുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് ത്രൂ ഔട്ട് ദ ഇയറോ അല്ലെ 2 ഇയറോ 5 ഇയറോ എത്രയെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എങ്കിലും ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരില്ല. കാരണം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ 70% നമ്മുടെ അക്യുറസി ഉള്ള ട്രേഡാണ് അല്ലേ. അതിൽ ചിലപ്പോൾ ചില ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഒരു 4 ദിവസം ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യും. അതിൽ 2-3 ദിവസം ലോസാണ് അതങ്ങ് വിട്ടിട്ട് വേറെ സ്ട്രാറ്റജിയിലേക്ക് ചാടും. അതല്ല ചെയ്യേണ്ടത്. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 100 ഡേയ്സ് ഫോളോ ചെയ്താൽ 70 ഡേയ്സ് സക്സസ് ആയിരിക്കുമല്ലോ അല്ലേ. അതാണല്ലോ 70% സക്സസ് റേറ്റ് ഉള്ള. ബാക്കി 30 ഡേയ്സ് ആയിരിക്കും നമുക്ക് ലോസ് വരിക. അപ്പോൾ നമ്മൾ വർഷങ്ങളോളം ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, ഇതിനും നമുക്ക് ഒരുപാട്
സിസ്റ്റങ്ങളുണ്ട്. അതായത് നമ്മുടെ ക്യാപിറ്റൽ 1,00,000 ആണെങ്കിൽ മാക്സിമം ഒരു ട്രേഡിൽ നമ്മൾ ലൂസ് ചെയ്യുന്നത് എത്ര 2% മുകളിലേക്ക് നമ്മൾ ലൂസ് ചെയ്യാൻ പാടില്ല. അതായത് 2,000 റുപ്പീസ്. അത് നമ്മൾ മൈൻഡിൽ കറക്റ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടാർജറ്റ് 2% ഓർ എബോവ് കിട്ടിയാൽ നമ്മൾ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. 2%ലേക്ക് മുകളിലാണെങ്കിൽ നമ്മളത് ട്രെയിൽ ചെയ്ത് 3 or 4 വരെയൊക്കെ എത്തിക്കാൻ പറ്റും. പക്ഷേ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് നമ്മൾ 2% പോർട്ട്ഫോളിയോയിൽ നമുക്ക് ലോസ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുക. ഓക്കെ, ആ ഒരു കാര്യം കറക്റ്റ് ഫോളോ ചെയ്യും. ഞാൻ ഇത് വീണ്ടും പറയാൻ കാരണം ഈ ഒരു ടെക്നിക്ക് മാത്രമുള്ള ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാനുള്ളൊരു മെയിൻ, അത് 95% ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സക്സസ്ഫുൾ ട്രേഡർ ആവാം. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അതായത് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ 2% സെറ്റ് ചെയ്യുന്നെങ്കിൽ അത് കറക്റ്റ് 2% വരുമ്പോൾ കട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് നല്ല ചാൻസ് വരികയാണെങ്കിൽ അടുത്ത ട്രേഡിലേക്ക് കിടക്കാം. ഇങ്ങനെ നിങ്ങൾ ഒരു വർഷമൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അപ്പം നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ കൂട്ടാനും ഒരു പെർഫെക്റ്റ് ട്രേഡറായിട്ട് മാറാനൊക്കെ പറ്റും. ഓവർ കോൺഫിഡൻസ് വരുന്ന കാര്യമല്ല. നമുക്ക് തന്നെ ഒരു തോന്നലുണ്ടാവുമല്ലോ, ഒരു ട്രേഡ് ചെയ്യാൻ പറ്റും, ആ ഒരു കുറച്ച് ക്യാപിറ്റൽ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ലോസ് വരാതെ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലൊക്കെ കൂട്ടി ഒരു ഫുൾ ടൈം ട്രേഡറായിട്ട് നല്ലൊരു ട്രേഡറായിട്ട് മാറാൻ പറ്റും. ഇനി അതിന് ഉപയോഗിക്കാൻ പറ്റിയ 2 നല്ല സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സ്ട്രാഡിൽ, ഓപ്ഷൻ സെല്ലിങ്ങിലുള്ള സ്ട്രാഡിലും അയൺ കോണ്ടോർ. ഈ ഒരു 2 സ്ട്രാറ്റജികളാണ് ഞാൻ എൻ്റെ 90% ട്രേഡുകൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇതിന് 75% to 70% വിന്നിങ് റേറ്റുള്ള സ്ട്രാറ്റജിയാണ്. കാരണം ഇതിൻ്റെ 4 years കഴിഞ്ഞ 4 വർഷത്തെ ബാക്ക് ടെസ്റ്റഡ് റിസൾട്ടും അതിൻ്റെ സ്ട്രാറ്റജി എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം, ആ ഒരു വീഡിയോ കാണാം. കാരണം 45 to 50% നമുക്ക് വർഷത്തിൽ റിട്ടേൺസ് തന്ന സ്ട്രാറ്റജികളാണ് ഇത് 2. അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസൊക്കെ വച്ചിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഏത് അയൺ കൗണ്ടറും സ്ട്രാഡിലൊക്കെ ചെയ്ത വീഡിയോ ഉണ്ട് ഇതിനു മുമ്പ് ഐ ബട്ടണിൽ കൊടുത്തത്, അത് നിങ്ങൾ കണ്ടിട്ട് നോക്കുക. എന്നിട്ട് അത് ഫോളോ ചെയ്യുക, ഓപ്ഷൻ സെല്ലിങ്ങിലുള്ള. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർഷങ്ങളോളം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഡെയിലി സ്ട്രാറ്റജി ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു എക്സൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എക്സൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് വന്ന ലോസ്, ഇന്ന് വന്ന പ്രോഫിറ്റ്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി വെക്കുക. എന്നിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ പറ്റും നമുക്ക് എവിടെയാണ് പ്രോബ്ലം ഉള്ളത്, എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്. നമുക്കിങ്ങനെ എഴുത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വെറുതെ ട്രേഡ് എടുത്തിട്ട് എത്ര ലോസ് ഒന്നും അറിയാതെ എങ്ങനെ ഡെയിലി ട്രേഡ് ചെയ്യുന്നത് പോകുന്നതിന് പകരം ഒരു എക്സൽ കീപ്പ് ചെയ്ത് വെച്ചിട്ട് അതിൽ നമ്മളുടെ ഡീറ്റെയിൽസുകളും ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്, ഈ അയൺ ഫ്ലൈ എന്നുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ അയൺ കൗണ്ടർ അല്ലെങ്കിൽ സ്ട്രാഡിൽ വ്യത്യസ്തമായ എക്സൽ ഉണ്ടാക്കിയിട്ടിട്ട് നമ്മളിങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഡിസംബറിലൊക്കെ ചെയ്ത ട്രേഡിൻ്റെ ഒരു എക്സൽ ഫോർമാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ അയൺ ഫ്ലൈ എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്താൽ അത് വീക്ക്ലി എക്സ്പയറി വെച്ചിട്ടുള്ള ഒരു പൊസിഷണൽ ട്രേഡായിരുന്നു. ആ ഒരു ട്രേഡിൽ എനിക്ക് കിട്ടിയ എക്സ്പയറി ഏതാണ്, എത്ര ലോട്ട് എടുത്തിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ഹെഡ്ജ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റിൻ്റെ പ്രോഫിറ്റ് എത്ര, ലോസ് എത്ര, ടോട്ടൽ പ്രോഫിറ്റ് അത് റെഡ് മാർക്കിൽ കണ്ടില്ല ആ ഒരു വീക്കിലുള്ള, അതിൻ്റെ താഴെ അടുത്ത വീക്കിലുള്ള പ്രോഫിറ്റ് നമ്മളിങ്ങനെ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓരോ ദിവസം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് വരുന്ന മിസ്റ്റേക്സുകളും നമ്മളുടെ പ്രശ്നങ്ങളും അല്ലാതെ പ്രോപ്പറായിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ വെറുതെ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഡെയിലി ലോസ് വരികയും നമുക്കൊരു സിസ്റ്റം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും മാറ്റരുത്. നിങ്ങളുടെ ടാർജറ്റും നിങ്ങളിങ്ങനെ ട്രെയിൽ ചെയ്ത് പോകാനും പഠിക്കുക. അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ പഠിക്കും. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളിത് ചാടി കയറി ചെയ്യണമെന്നല്ല, നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. മാർക്കറ്റിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു പേപ്പർ ട്രേഡ് പോലെ പല വെബ്സൈറ്റുകളുണ്ട്, അതിൽ ഒന്ന് ട്രയൽ ട്രേഡുകളൊക്കെ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് കടക്കുക. ഇത് ഓപ്ഷൻ സെല്ലിങ് ആയതുകൊണ്ട് ഇതിന് കുറച്ച് ക്യാപിറ്റൽ കൂടുതൽ വേണ്ട സ്ട്രാറ്റജികളാണ്. ഈ അയൺ കൗണ്ടറിന് ഒരു ലോട്ട് ചെയ്യാൻ 60,000 എബോവ് വേണം. സ്ട്രാഡിൽ ചെയ്യണമെങ്കിൽ 1,60,000 ഒക്കെ വേണം ഒരു ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ക്യാപിറ്റൽ കുറഞ്ഞ ഓപ്ഷൻ ബൈങ്ങിൻ്റെ സ്ട്രാറ്റജികളും ഇൻട്രാഡേ സ്ട്രാറ്റജിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള സ്ട്രാറ്റജികളൊക്കെ പറഞ്ഞുതരാം. വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ, കാരണം ലൈക്ക് വളരെ കുറവാണ്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.